Okay. Good evening to all. In the previous class, we learned first lesson, uses of computers. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ലെസൺ ഐടിയുടെ ഫസ്റ്റ് ലെസൺ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, യൂസസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി കമ്പ്യൂട്ടർ ആക്സസറീസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നെയിം കമ്പ്യൂട്ടർ ആക്സസറീസ്. കമ്പ്യൂട്ടറിന്റെ ആക്സസറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. വാട്ട് ആർ ദ ആക്സസറീസ് ഓഫ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിന്റെ ഏതൊക്കെ ആക്സസറീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്? മിസ് പറയാം. കീബോർഡ്, മോണിറ്റർ, CPU, പ്രിന്റർ, സ്കാനർ, സ്പീക്കർ. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. കീബോർഡ് പഠിച്ചിട്ടുണ്ട്. കീബോർഡ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കീബോർഡ് യൂസ് ചെയ്യുന്നത്. മോണിറ്റർ ടു സി, നമുക്കൊക്കെ എല്ലാം വാച്ച് ചെയ്യാൻ. ടു സി നമ്മളൊക്കെ ഏത് യൂസ് ചെയ്തിട്ടാണ് കാണുന്നത്? മോണിറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്നത്. CPU ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ എല്ലാ പാർട്സിനെയും കൺട്രോൾ ചെയ്യുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാ ഡിവൈസും കൺട്രോൾ ചെയ്യുന്നതാണ് CPU ഓർ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. ദെൻ പ്രിന്റർ നിങ്ങൾക്കറിയാം. പ്രിന്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഹെൽപ്പ് യു ടു ടേക്ക് യുവർ വർക്ക് ഓൺ എ പേപ്പർ. നമ്മൾ ചെയ്ത വർക്ക് ഒരു പേപ്പറിൽ കോപ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? പ്രിന്റർ യൂസ് ചെയ്യുന്നത്. ദെൻ സ്കാനർ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്പീക്കർ എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും. നമ്മളെ സോങ് ഒക്കെ കേൾക്കുന്നത് നമ്മൾ സ്പീക്കർ യൂസ് ചെയ്തിട്ടാണ്. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു സ്റ്റഡി മോർ ആക്സസറീസ്. There are few more accessories-നെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. First one, CD-ROM drive. Second one, pen drive. Both thus help to copy data from computer. CD-ROM drive-ഉം pen drive-ഉം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ടു കോപ്പി ഡാറ്റ ഫ്രം കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് ഒക്കെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ CD-യും പെൻ ഡ്രൈവ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് സേവ് സെപ്പറേറ്റ്ലി. നമുക്ക് നമ്മൾ ചെയ്ത ഡാറ്റ ഒക്കെ സേവ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ബൈ ചാൻസ് ഇഫ് ദ ഡാറ്റ സേവ്ഡ് ഇൻ ദ കമ്പ്യൂട്ടർ ഈസ് ഡിസ്ട്രോയിഡ്, ദ CD ആൻഡ് പെൻ ഡ്രൈവ് ക്യാൻ ബി യൂസ്ഡ് ടു റീട്രൈവ് ദം. അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യും? ഡിസ്ട്രോയ്ഡ് ആയി പോകും. അതിന് നമ്മൾ എന്ത് CD-യിലും പെൻഡ്രൈവിലൊക്കെ കോപ്പി ചെയ്താൽ നമുക്കത് വീണ്ടും കാണാൻ വേണ്ടി പറ്റും. CD മീൻസ് കോമ്പാക്ട് ഡിസ്ക്. കോമ്പാക്ട് ഡിസ്കിന്റെ ഷോർട്ട് നെയിം ആണ് CD. ഇറ്റ് ഈസ് എ സർക്കുലർ ഡിസ്ക് വിച്ച് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. ഇതൊരു സർക്കുലർ ഡിസ്ക് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കാണാം, പേജ് നമ്പർ 163 ടെക്സ്റ്റ് ബുക്കിൽ കോമ്പാക്ട് ഡിസ്ക് എന്ന് കാണാം. ഒരു സർക്കുലർ ഷേപ്പില് കോമ്പാക്ട് ഡിസ്ക് കാണാൻ വേണ്ടി പറ്റും. വിച്ച് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഇൻസേർട്ട് ചെയ്യും. ആൻഡ് ഡാറ്റ ക്യാൻ ബി കോപ്പീഡ്. ഡാറ്റ ഒക്കെ നമുക്ക് ഇതിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും, കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. ഡിസ്കിലേക്ക് നമുക്ക് നമ്മൾ ചെയ്തു വെച്ച ഡാറ്റ ഒക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. ടെക്സ്റ്റ് ബുക്കിൽ കാണാം CD-ROM ഡ്രൈവ്. കണ്ടില്ലേ? ആ ഡ്രൈവിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോമ്പാക്ട് ഡിസ്ക് ഓർ CD നമ്മൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബട്ടൺ ഉണ്ട്. അത് മിസ് കൂടുതലായിട്ട് അടുത്ത പേജിൽ കാണിച്ചു തരാം. CD, it is a circular disk which can be inserted into the computer and data can be copied. ഡാറ്റ ഒക്കെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? CD ഓർ കോമ്പാക്ട് ഡിസ്ക് യൂസ് ചെയ്യുന്നത്. ദെൻ പെൻ ഡ്രൈവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. താഴായിട്ട് കാണാം പെൻ ഡ്രൈവ്. ഇറ്റ് ഹാസ് സെയിം ഫങ്ഷനാലിറ്റി ആസ് ദ CD-ROM. CD-ROMന്റെ അതേ ഫങ്ഷൻ തന്നെയാണ് പെൻ ഡ്രൈവും ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് സ്മോളർ ഇൻ സൈസ്. ബട്ട് നമ്മളെ ഡിസ്കിനെക്കാട്ടിയും സ്മോൾ ആയിരിക്കും പെൻ ഡ്രൈവ്. സോ വെരി
സ്ലിം ആയിട്ടുള്ള പെൻഡ്രൈവ് ആയിരിക്കും പെൻഡ്രൈവ്. ഡിസ്ക് എന്ന് പറയുന്നത് ഒരു സർക്കുലർ ഷേപ്പിലുള്ളതാണ്. പെൻഡ്രൈവ് ആയിരിക്കുമ്പോൾ അത് സ്മോൾ ആണ്, നമുക്ക് അത് പോക്കറ്റിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇൻ സൈസ് ആൻഡ് ക്യാൻ സ്റ്റോർ മോർ ഡാറ്റ. CD-യിലെക്കാട് കൂടുതൽ ഡാറ്റാസ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? പെൻഡ്രൈവില് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. There is provision for inserting pen drive in the computer. കമ്പ്യൂട്ടറിൽ അതൊക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ടെക്സ്റ്റ് ബുക്ക് മിസ് ഒന്നുകൂടി റീഡ് ചെയ്ത് തരാം. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. കമ്പ്യൂട്ടർ ആക്സസറീസ് എന്നാണ് നമ്മളെ ചാപ്റ്റർ നെയിം. യു ലേൺ അബൌട്ട് പ്രിന്റർ, സ്കാനർ ആൻഡ് സ്പീക്കർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മീൻസ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമ്മള് കമ്പ്യൂട്ടറിന്റെ ആക്സസറീസ് പഠിച്ചിട്ടുണ്ട്. കീബോർഡ്, മോണിറ്റർ, സ്പീക്കർ, CPU, സ്കാനർ, പ്രിന്റർ, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ദർ ആർ ഫ്യൂ മോർ ആക്സസറീസ്. ഇത് കൂടാതെയുള്ള കമ്പ്യൂട്ടറിന്റെ ആക്സസറീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇൻ ദിസ് ലെസൺ, ഈ ലെസണിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് CD-ROM ഡ്രൈവ്, സെക്കൻഡ് വൺ പെൻ ഡ്രൈവ്. ബോത്ത് ദസ് ഹെൽപ് ടു കോപ്പി ഡാറ്റ ഫ്രം കമ്പ്യൂട്ടർ. ഇത് രണ്ടും നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റാസ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സേവ് സെപ്പറേറ്റ്ലി. ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ബൈ ചാൻസ് ഇഫ് ദ ഡാറ്റ സേവ്ഡ് ഇൻ ദ കമ്പ്യൂട്ടർ ഈസ് ഡിസ്ട്രോയിഡ്. നമ്മളെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ദ CD ആൻഡ് പെൻ ഡ്രൈവ് ക്യാൻ ബി യൂസ്ഡ് ടു റീട്രൈവ് ദം. നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റാസും ഇതൊക്കെ നമുക്ക് CD-യിലും പെൻഡ്രൈവിലൊക്കെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും കാണാൻ വേണ്ടി പറ്റും. CD ഓർ കോമ്പാക്ട് ഡിസ്ക്. CD-ന്റെ ഫുൾ നെയിം ആണ് കോമ്പാക്ട് ഡിസ്ക്. ഇറ്റ് ഈസ് എ സർക്കുലർ ഡിസ്ക്. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലായിരിക്കും. വിച്ച് ക്യാൻ ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് നമുക്കിത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഡാറ്റ ക്യാൻ ബി കോപ്പീഡ്. ഡാറ്റ ഒക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സർക്കുലർ ഷേപ്പിലാണ് CD. CD-ന്റെ ഫോട്ടോ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കാം. ദെൻ പെൻ ഡ്രൈവ്. ഇറ്റ് ഹാസ് സെയിം ഫങ്ഷനാലിറ്റി ആസ് ദ CD-ROM. CD-ROM-ന്റെ സെയിം ഫങ്ഷൻ തന്നെയാണ് പെൻ ഡ്രൈവും ചെയ്യുന്നത്. ബട്ട് ഇറ്റ് ഈസ് സ്മോളർ ഇൻ സൈസ്. ബട്ട് CD-യേക്കാളും സ്മോൾ ആയിരിക്കും സൈസ്. പെൻഡ്രൈവിൻ്റെത് വളരെ സ്മോൾ ആയിരിക്കും. ആൻഡ് ക്യാൻ സ്റ്റോർ മോർ ഡാറ്റ. CD-യേക്കാളും കൂടുതൽ ഡാറ്റ നമുക്ക് പെൻഡ്രൈവിൽ കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, പെൻഡ്രൈവ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ താഴെയുണ്ട് പെൻഡ്രൈവ് എന്ന്. ഓൾ ആർ ലുക്ക് അറ്റ് ദ പിക്ചർ. Then there is a provision for inserting pen drive in the computer. കമ്പ്യൂട്ടറിൽ പെൻ ഡ്രൈവും CD ഒക്കെ ഇൻസേർട്ട് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് പേജിലേക്ക് കിടക്കാം നമുക്ക്. പേജ് നമ്പർ 164. Look at the picture. Parts of the computer showing provisions for CDs and pen drive. Parts, കമ്പ്യൂട്ടറിന്റെ പാർട്സ് ആണ് നമ്മളെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്. മോണിറ്റർ ഉണ്ട്, കീബോർഡ്, മൗസ്, സ്പീക്കർ, CPU, CD ഡ്രൈവ് ആൻഡ് പെൻ ഡ്രൈവ് സ്ലോട്ട്. ടെക്സ്റ്റ് ബുക്ക് എല്ലാവരും ശ്രദ്ധിക്കാം. മോണിറ്റർ എല്ലാവരും കണ്ടില്ലേ? മോണിറ്റർ, കീബോർഡ്, മൗസ്, സ്പീക്കർ, CPU, പ്രിന്റർ, ഇതൊക്കെയാണ് എന്ത് കമ്പ്യൂട്ടറിന്റെ ആക്സസറീസ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, CPU. ഈ CPU-ലാണ് എന്തുള്ളത്? CD ഒക്കെ പോസ്റ്റ് ചെയ്യാനും പെൻഡ്രൈവ് ഒക്കെ കുത്താനുള്ള സ്പേസ് ഉള്ളത്. ഇവിടെ കാണാം CD ഡ്രൈവ്. ഇവിടെയാണ് നമ്മൾ CD ഇടേണ്ടത്, ഡ്രൈവ്. ദെൻ ഈ സ്ലോട്ടാണ് പെൻ ഡ്രൈവിന്റെ സ്ലോട്ട് വരുന്നത്. ഇവിടെയാണ് നമ്മൾ പെൻ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ വാട്ട് ഈസ് ദ CD-ROM ഡ്രൈവ്, വാട്ട് ഈസ് ദ പെൻ ഡ്രൈവ്, ഇതൊക്കെയാണ് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. മിസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വാട്ട് ആർ ദ ആക്സസറീസ് ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ആണ്
mouse, scanner, and pen drive. Next, what is the circular disk which can be inserted into the computer? Computer like insert in a circular disk. സർക്കുലർ ഡിസ്കിന് പറയുന്ന പേരാണ് പേപ്പർ നമ്മൾ ചെയ്ത ഇതിന് പറയുന്ന പേരാണ് പ്രിന്റർ. പ്രിന്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹെൽപ്പ് യു ടു ടേക്ക് അവർ വർക്ക് ഓൺ എ പേപ്പർ. നമ്മൾ ചെയ്ത വർക്കൊക്കെ പേപ്പറിലേക്ക് കിട്ടുന്നത്. വേർ ഈ സി ഡി പ്ലേസ്ഡ്, എവിടെയാണ് നമ്മൾ സി ഡി ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഇൻ ദ സി ഡി റോം ഡ്രൈവ്. സി ഡി റോം ഡ്രൈവിലാണ് നമ്മൾ സി ഡി പോസ്റ്റ് ചെയ്യേണ്ടത്. വാട്ട് ആക്സസറീസ് ഓഫ് കമ്പ്യൂട്ടർ ആർ യൂസ്ഡ് ടു സ്റ്റോർ വർക്ക്? ഏത് ആക്സസറീസിലാണ് നമ്മൾ ചെയ്യേണ്ട വർക്കൊക്കെ? കമ്പ്യൂട്ടർ ആർ യൂസ്ഡ് ടു സ്റ്റോർ വർക്ക്? സി ഡി ആൻഡ് പെൻ ഡ്രൈവ്. സി ഡിയിലും പെൻ ഡ്രൈവിലുമാണ് നമ്മൾ കോപ്പി ചെയ്യേണ്ടത്. നമ്മൾ ചെയ്ത വർക്കൊക്കെ കോപ്പി ചെയ്യേണ്ടത് സി ഡിയിലും പെൻ ഡ്രൈവിലുമാണ്. അപ്പോ സി ഡിയേക്കാൾ മോർ ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള പവർ പെൻ ഡ്രൈവിനാണുള്ളത്. നമുക്ക് കൂടുതൽ കീപ്പ് ചെയ്യാനും പെൻ ഡ്രൈവ് ആയിരിക്കും സുഖം. വേർ ഈസ് പെൻ ഡ്രൈവ് ഇൻസേർട്ടഡ്? എവിടെയാണ് നമ്മൾ പെൻ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യാ? ഇൻസേർട്ട് ചെയ്യുന്നതിന് പറയുന്ന പോർട്ടാണ് ഇൻ ദ USB പോർട്ട്. USB പോർട്ടിലാണ് നമ്മൾ പെൻ ഡ്രൈവ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഫിക്സ്ഡ് ഇൻസൈഡ് ദ CPU ബോക്സ്? USB പോർട്ടാണ് നമ്മളെ ഇൻസൈഡ് ബോക്സ്. നെക്സ്റ്റ്, what is the full form of CD? Full form ആണ്. Next, what are the advantages of pen drive? Pen drive-ന്റെ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞത്? ഇറ്റ് ഈസ് സ്മോൾ. പെൻ ഡ്രൈവ് എന്തായിരിക്കും? സ്മോൾ ആയിരിക്കും. സി ഡി അപേക്ഷിച്ച് പെൻ ഡ്രൈവ് സ്മോൾ ആയിരിക്കും. ആൻഡ് ഈസി ടു ക്യാരി. നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയത് എന്തായിരിക്കും? കൊണ്ടു നടക്കാൻ പറ്റിയത് പെൻ ഡ്രൈവ് ആയിരിക്കും. പെൻ ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് പോക്കറ്റിലൊക്കെ കീപ്പ് ചെയ്യാം. ഡിസ്ക് ആകുമ്പോൾ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇറ്റ് ക്യാൻ സ്റ്റോർ മോർ ഇൻഫർമേഷൻ ദാൻ സി ഡി. സി ഡി അപേക്ഷിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യാൻ പവർ ഉള്ളതായിരിക്കും എന്ത്? പെൻ ഡ്രൈവ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പെൻ ഡ്രൈവ്? ഇറ്റ് ഈസ് എ സ്മോൾ ആൻഡ് ഈസി ടു ക്യാരി. ഇറ്റ് ഈസ് എ സ്മോൾ ആൻഡ് easy to carry. It can store more information than as a CD. It can store more information than a CD. A CD യെക്കാളും കൂടുതൽ more information ഒക്കെ സ്റ്റോർ ചെയ്യാൻ പവർ ഉള്ളതായിരിക്കും എന്ത്? പെൻ ഡ്രൈവ്. നെക്സ്റ്റ്, which accessories of computer is easy to carry? ഈസി ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ ആക്സസറീസ് ഏതാ? സി ഡി ആണോ പെൻ ഡ്രൈവ് ആണോ? ഓക്കെ, എല്ലാരും പഠിച്ചു കഴിഞ്ഞ് പെൻ ഡ്രൈവ് ആണ് ഈസി ടു ക്യാരി. നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഡ്രൈവ് ആണ് പെൻ ഡ്രൈവ്. ഓക്കെ, ഐ തിങ്ക് all are hear this voice and videos. So all are study second chapter. Read 2 or 3 times very well.